അങ്ങനെ ഇന്നത്തെ രാവിലെ പോകുന്നത് അച്ഛനും മാത്രമേ പോയിട്ടോ. അപ്പോൾ അച്ഛനും അമ്മയും അങ്ങനെ ഡ്രോപ്പ് ചെയ്ത് നിന്ന് ഞങ്ങളുടെ ഫോർട്ട് കൊച്ചിയിലേക്ക് പോയി. കാശി അക്കഫിൽ പോകാൻ വേണ്ടിയിട്ടായിരുന്നു പ്ലാൻ. ആക്ച്വലി എനിക്ക് മനസ്സിലായിരുന്നു ഈ ജങ്കാർ കയറിയിട്ട് വേണം അവിടുന്ന് പോകാൻ. അവിടെ എത്തിയതിന് ശേഷമാണോ മുന്നിൽ ചുറ്റും വെള്ളമാണല്ലോ, ഇനി എപ്പോഴാണ് ഏട്ടൻ വന്നത്, ഇനി ജങ്കാറ് കയറിയിട്ട് വേണം അപ്പുറത്ത് പോകാൻ. ഓക്കെ, എന്നാൽ പിന്നെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അവരോട് ചോദിച്ചു പറഞ്ഞു ഇപ്പോഴാണ് ഒരു ജങ്കാറ് പോയത്, 5 മിനിറ്റോടെ അടുത്ത് തീരും, നിങ്ങൾ ടിക്കറ്റ് എടുത്ത് റെഡിയായി നിന്നു. അങ്ങനെ ഞങ്ങളൊരു 65 റുപ്പീസ്, കാറാണെങ്കിൽ 4 വീലർ ആണെങ്കിൽ 65 റുപ്പീസാണ്. അങ്ങനെ 65 റുപ്പീസിൻ്റെ ടിക്കറ്റ്സ് ഒക്കെ എടുത്ത് ഇനി വെയിറ്റ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ അടുത്ത ജങ്കാർ എത്തിയിട്ടോ. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്, 2 വീലറിലും കാറിലും ഓട്ടോയിലും എല്ലാവരെയും പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ്, എനിക്ക് തോന്നുന്നു എൻ്റെ മാത്രമല്ല എൻ്റെയും യാനക്കുട്ടിയുടെയും ഫസ്റ്റ് എക്സ്പീരിയൻസാണ്. പിന്നെ സെയിലർ ആയതുകൊണ്ട് തന്നെ, മെർച്ചൻ്റ് നേവിയിലായതുകൊണ്ട് തന്നെ ഏട്ടൻ ഇതൊന്നും വലിയ ഒരു സംഭവമല്ല. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചത് വലിയൊരു കാര്യമായിരുന്നു. ഞാനാണ് പറഞ്ഞത്, ഞാൻ ഡ്രൈവ് ചെയ്തത്, അങ്ങനെ ഞാനാണ് ഡ്രൈവ് ചെയ്തത്. നല്ലൊരു എക്സ്പീരിയൻസ്, ഭയങ്കര ഇഷ്ടമായി. അങ്ങ് പോട്ടെ പോട്ടെ പോട്ടെ. അങ്ങനെ അവിടെ ഏട്ടൻ്റെ വക കുറച്ച് 2-3 ഒച്ചപ്പാടൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ഞാൻ നന്നായിട്ട് കയറ്റി അവിടെ നിന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ നല്ല വേറെ കുറച്ച് ബോട്ട്സൊക്കെ പോകുന്നുണ്ടായിരുന്നു. ഫിഷൊക്കെ ഇങ്ങനെ എടുത്ത് മറിഞ്ഞു പോകുന്നതൊക്കെ നമുക്ക് കാണാം കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഏട്ടനും ഞാനും കുട്ടിയും കാറിൻ്റെ പുറത്തൊക്കെ ഇറങ്ങിയിരുന്ന് ഫുൾ കാഴ്ചയൊക്കെ കാണുമായിരുന്നു. ഞാൻ കാറിൻ്റെ ഉള്ളിൽ തന്നെ നല്ല വെയിലായിരുന്നു. വെറുതെ എന്തിനാ തലവേദന വാങ്ങി വയ്ക്കുന്നത് വിചാരിച്ച് ഞാൻ കാറിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു. കണ്ടോ, വലിയൊരു മീനെ കണ്ടോ? അത് കണ്ടപ്പോൾ മീനുള്ളത് എന്ത് മീനാവും എനിക്കറിയില്ല. ഞാനൊരു ഇങ്ങനെ കൊണ്ടുവരുന്നത് പിന്നെ കാണിക്കാൻ അപ്പോൾ തന്നെ ഷൂട്ട് ചെയ്താണ്. 2-3 ഉണ്ടായിരുന്നു. പക്ഷേ എങ്ങനെയുണ്ടായി? ആണോ? ഫിഷ് ഉണ്ടായിരുന്നു, ഫിഷ് ചാടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ ഫോട്ടോ ചെയ്തി. രാവിലെ തന്നെ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നുമില്ല, എന്നാലും പാർക്കിംഗ് ഉണ്ടായിരുന്നു. എന്നാലും അത്യാവശ്യം ഒരു 6-7 വണ്ടിയൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട്. എനിക്കും എല്ലാവരും ഇവിടെ കാശിയിൽ വന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. കാരണം അത്രയും നല്ല ബ്രേക്ക്ഫാസ്റ്റാണ് അവിടുത്തെ ഫുഡ് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് അവിടുത്തെ ട്രൈ ചെയ്യാമെന്ന് വെച്ചാണ് ഞങ്ങൾ പോയത്. ആക്ച്വലി ഞാൻ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ട്രൈ ചെയ്യണം കേട്ടോ അവിടെ വന്നത്. അങ്ങനെ അതെ നമ്മുടെ ഫോർട്ട് കൊച്ചിയുടെ സ്ട്രീറ്റിലെ സൗന്ദര്യമൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നടന്ന് പോകാട്ടോ. എന്ത് ഭംഗിയല്ലേ ഓരോ ബിൽഡിങ്ങും കാണാൻ, ഓരോ സ്ട്രീറ്റും എന്ത് നീറ്റ് ആൻഡ് ക്ലീനാണ്. എന്തായാലും എനിക്ക് കൊച്ചിയിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലമായിട്ട്. അത്രയും ക്ലീനായിരുന്നു, അത്രയും നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല കളർഫുള്ളായിരുന്നു. അതുകൊണ്ട് നമ്മുടെ മൈൻഡും അത്രയും കളർഫുള്ളായി.
കുറച്ച് തിരക്കുണ്ടായിരുന്നു. ഒരു 10-15 മിനിറ്റോളം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. നല്ല രസമായിരുന്നു. അവിടുത്തെ ഒരുപാട് ആർട്ട് വർക്കൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ നോക്കിയിരുന്നു. കുട്ടിക്ക് വളരെയധികം ദേഷ്യം പിടിക്കുന്നുണ്ടായിരുന്നു. ഇത്രയും വെയിറ്റ് ചെയ്ത് കഴിക്കണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിതാ പിക്ചേഴ്സൊക്കെ നോക്കി ഒരുപാട് സമയം അവിടെ ഇരുന്നു, പല സംസാരിച്ചു. അങ്ങനെപ്പോഴേക്കും അവർ വിളിച്ചു ഞങ്ങളെ. ആ ടേബിൾ റെഡി ആയിട്ടുണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ടേബിൾ കിട്ടിയപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാം കേട്ടോ. Sandwich, let's start from that. ഞങ്ങൾ ആദ്യം ഒരു ഹോട്ട് ചോക്ലേറ്റ് ഒരു ലെമൺ ജ്യൂസായിട്ട് കാണുന്നത്. അത് പെട്ടെന്ന് തന്നെ കിട്ടി. പിന്നെ എന്നാലും എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള റെസ്റ്റോറൻറ്റിനൊക്കെ അപേക്ഷിച്ച് ഇവിടുത്തെ വെയിറ്റിംഗ് ടൈം കുറച്ച് കുറവായിരുന്നു. നമ്മൾ ഓർഡർ ചെയ്ത് കുറച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് ഫുഡൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ചു. വയറും ഒക്കെ നിറഞ്ഞത് ഞങ്ങൾ അവിടെ നടന്നു. പിന്നെ ഇറങ്ങി കുറച്ച് സ്ട്രീറ്റിലൂടെയൊക്കെ നടന്നു. വീട്ടിലേക്ക് പോകുന്നത് രാവിലെ എണീറ്റ് വന്നതാണേ. അപ്പം എല്ലാവരും ഒത്തിരി ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.